ഇറാനെ നടുക്കി സ്ഫോടനം. തെക്കൻ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ ഷാഹിദ് രാജ്യ തുറമുഖത്താണ് സ്ഫോടനമുണ്ടായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12:30 വൻ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 4ഓളം പേർ മരിച്ചു, 500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ഹോർമോസ്ഗാൻ ആശുപത്രികളിലേക്ക് മാറ്റി. തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണ് ഷാഹിദ് രാജ്യ തുറമുഖം. ഹോർമോസ് കടലിടുക്കിൻ്റെ വടക്ക് തീരത്തുള്ള ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് ഏകദേശം 15 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ 4 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ സ്ഥലത്തെത്തി. ശക്തമായ സ്ഫോടനമാണ് ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. തുറമുഖ സമുച്ചയത്തിനുള്ളിലെ ഒരു കെട്ടിടത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. അതിശക്തമായ സ്ഫോടനമാണ് നടന്നതെന്നും സ്ഫോടനത്തിൽ കെട്ടിടം പൂർണ്ണമായും നശിക്കുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തെന്ന് പ്രസ് ടീവി റിപ്പോർട്ട് ചെയ്തു. സംഭവത്തെ തുടർന്ന് തുറമുഖത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു. ബന്ദർ അബ്ബാസിലുടനീളമുള്ള ആശുപത്രികളിൽ അധികൃതർ ഉടൻ തന്നെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. സ്ഫോടനത്തെ തുടർന്ന് കറുത്ത പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഷാഹിദ് രാജ്യ തുറമുഖത്തിൻ്റെ വാർഫിൽ സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം ഉണ്ടായതെന്ന് അധികൃതർ പറഞ്ഞു. സ്ഫോടനത്തിൻ്റെ ശബ്ദം അതിതീവ്രമായിരുന്നു. ഏകദേശം 50 കിലോമീറ്റർ അകലെ വരെ അത് കേട്ടെന്നും ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തുറമുഖത്ത് നിന്ന് വളരെ അകലെ പോലും സ്ഫോടനത്തിൻ്റെ കുലുക്കം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. സ്ഫോടനത്തിൽ തുറമുഖ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും തകർന്നെന്ന് തസ്നി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യ തുറമുഖം പ്രധാനമായും കണ്ടെയ്നർ കയറ്റുമതിയാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ എണ്ണ ടാങ്കുകളും മറ്റ് പെട്രോ കെമിക്കൽ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. സ്ഫോടനം ശുദ്ധീകരണശാലകൾ, ഇന്ധന ടാങ്കുകൾ, വിതരണ സമുച്ചയങ്ങൾ, എണ്ണ പൈപ്പ് ലൈനുകൾ എന്നിവയെ ബാധിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം 1050 കിലോമീറ്റർ, അതായത് 652 മൈൽ തെക്കുകിഴക്കായാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്.